തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചിരിക്കുന്നു. കേരള പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രതിയെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതി ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെ തുടരുന്നു. സ്റ്റേഷൻ അകത്തേക്ക് കയറിയ പ്രതി ഇപ്പോഴും അവിടെ തുടരുന്നു. പോലീസുമായി വലിയ ബഹളമുണ്ടാക്കിയ ശേഷമാണ് ഈ പ്രതി ഈ വാഹനത്തിൽ പോലും കയറാൻ തയ്യാറായത്. വാഹനത്തിൽ കയറുമ്പോൾ പോലും പ്രതി വലിയ തോതിൽ പ്രകോപിതനായിരുന്നു. നമ്മൾ തുടർച്ചയായി തന്നെ ചോദിച്ചു, താങ്കൾ ഇത്തരമൊരു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ആ കുറ്റം ചെയ്തത് താനല്ല, ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്. താൻ അവിടെ ബീഡി വലിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളി ചവിട്ടുന്നത് കണ്ടു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. മാം, ഈ പ്രതി വലിയ പ്രകോപിതനായിരുന്നില്ല ഇവിടുന്ന് കയറിയപ്പോൾ? ഇവിടുന്ന് കൊച്ചുവേളിയിൽ നിന്നെത്തിയ റെയിൽവേ പോലീസിന്റെ സംഘമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഇറക്കാൻ പോകുമ്പോഴേ കാണുന്നത്. നമുക്ക് അതിന് മുന്നേ ഒരു പരിചയമില്ല പ്രതിയായിട്ട്. ഇല്ല ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ കുട്ടിയും പ്രതിയെ സേഫായിട്ട് നമ്മുടെ സ്റ്റേഷനിൽ എത്തിച്ചത് അത്രേ നമുക്കറിയാം. ഓക്കെ, കൊച്ചുവേളിയിൽ നിന്നുള്ള റെയിൽവേ പോലീസിന്റെ സംഘമാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഇപ്പോൾ തമ്പാനൂരുള്ള റെയിൽവേ പോലീസിന് കൈമാറിയിരിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇവിടെ നിന്നും മടങ്ങുകയാണ്. നേരത്തെ നമ്മൾ കൊച്ചുവേളിയിൽ വെച്ചും ഇവരുടെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും പങ്കുവയ്ക്കാനാകുന്നില്ല. കാരണം അവർക്ക് ആ കുട്ടിയോടധികം സംസാരിക്കാനോ അല്ല എങ്കിൽ പ്രതിയോടധികം സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. കൊച്ചുവേളിയിൽ എത്തുന്ന സമയത്ത് ആ ട്രെയിനിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ പ്രതിയെ പിടികൂടി ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. അവർ അവിടെ നിന്നും പ്രതിയെ പിന്നീട് ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുക വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തമ്പാനൂരുള്ള റെയിൽവേ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുന്നു. ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ പ്രതി ഉള്ളത്. പ്രതി എന്തായാലും മദ്യപിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ, ഇപ്പോൾ നമ്മൾ ഈ പോലീസ് വാഹനത്തിൽ പോകുന്ന 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെ നമ്മൾ കൊച്ചുവേളിയിൽ വെച്ചും കണ്ടതാണ്. അവരോട് തുടർച്ചയായി ചോദിക്കുമ്പോഴും അവർ പറയുന്നത് ആ ഉദ്യോഗസ്ഥർ അടക്കമുള്ള അവിടെ മറ്റു ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം ആ പെൺകുട്ടിയോടക്കം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പെൺകുട്ടി നമ്മളോട് സംസാരിക്കുന്ന അത്രയും വ്യക്തതയിൽ പോലും ആ പോലീസുകാരോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ കുറേ അധികം സമയം ഇരുന്നതിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അവരോട് വ്യക്തിപരമായി സംസാരിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് സംസാരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനായത്. അവരെന്തായാലും സംഭവിച്ച കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞു വെച്ചു. തങ്ങൾ 2 പേരും അവിടെ നിന്നും ടോയ്ലറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായ ഒരാളെത്തി നടുവിന് ചവിട്ടി പുറത്തേക്കിട്ടു. തന്നെയും ആക്രമിക്കാൻ ശ്രമിച്ചു. തലനാരിഴയ്ക്ക് താൻ രക്ഷപ്പെട്ടു. താൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറിന്റെ കമ്പിയിൽ പിടിച്ചതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഒപ്പമുള്ള പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത്. ആ പെൺകുട്ടിയെയും വൈദ്യപരിശോധനയ്ക്ക് ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ഫോർട്ട് ആശുപത്രിയിൽ പ്രതിയുടെ വൈദ്യപരിശോധന കുറേ അധികം സമയം നീണ്ടതിനാൽ തന്നെ അവിടെ ഈ പെൺകുട്ടിയുടെ വൈദ്യപരിശോധന നടത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പ്രതിയെ എന്തായാലും ഇപ്പോൾ തമ്പാനൂരിലുള്ള റെയിൽവേ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലടക്കം ഇവിടെ നടക്കും. പ്രതി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും കുറ്റം നിഷേധിക്കുകയാണ്. ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലാണ് ഈ പ്രതി സംസാരിക്കുന്നത്. ഈ ആദ്യം വാർത്ത വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറി എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വന്നതെങ്കിൽ പിന്നീട് നമ്മൾ ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതൊരു ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ല, ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു, അവിടേക്കുള്ള ആക്രമണമാണ് നടന്നത് എന്നുള്ളതായിരുന്നു. ഈ വാർത്ത ആദ്യം നൽകിയത് ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ ഈ വാർത്ത നൽകുന്ന സമയത്ത് ഇത്തരത്തിലായിരുന്നില്ല ഇതിന്റെ ചിത്രം. ഇത്ര വലിയൊരു ഭീകരാവസ്ഥ ഇതിനുണ്ട്, ഈ പെൺകുട്ടിക്ക് ഇത്ര പരിക്ക് പറ്റിയെന്നും നമ്മൾ കരുതിയിരുന്നില്ല അല്ലേ? ഇല്ല, നമ്മൾ ഈ വാർത്ത വരുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടിയെ തള്ളിയിട്ടു, മാത്രമല്ല തള്ളിവിട്ടു, പരിക്കേറ്റു. എത്രത്തോളം ഗുരുതരമാണ് ഈ പെൺകുട്ടിയുടെ പരിക്കുകളെന്ന് നമുക്ക് വ്യക്തമല്ല. അതുപോലെ തന്നെ ബോധം മറിഞ്ഞിരുന്നു, വർക്കലയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഈ കുട്ടിയെ പ്രവേശിപ്പിച്ചു എന്നുള്ള വാർത്തകൾ മാത്രമായിരുന്നു നമുക്ക് പ്രാഥമികമായി ലഭിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആരാണ് പ്രതി, ഇയാൾ എവിടെയാണ്, ഇയാൾ ആ ട്രെയിനിൽ തന്നെ തുടരുന്നുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിരുന്നില്ല. പിന്നീടാണ് നമ്മൾ അറിയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ഇയാളെ പിടികൂടിയെന്നും അതിനുശേഷം പോലീസിന് കൈമാറിയെന്നുമുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. അന്നാരോ നമുക്ക് ഇയാൾ തന്നെയാണോ ഇത് ചെയ്തതെന്ന കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. മദ്യലഹരിയിലാണ് ഒരാൾ ഇങ്ങനെ തള്ളിയിട്ടത് എന്ന് കാഴ്ചക്കാർ പറഞ്ഞുള്ള അറിവ് മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നീടാണ് ഈ പറയുന്ന വൃദ്ധനായ ഒരാൾ, നമ്മളൊരു യുവാവിനെയൊക്കെ പ്രതീക്ഷിച്ചപ്പോൾ നമുക്കറിയാം ആദ്യം ഒരു യുവാവ് ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് വ്യക്തത വരുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കാണുമ്പോഴാണ് അത് കുറച്ച് പ്രായമുള്ള ഒരാളാണെന്നും അത് 50 വയസ്സുള്ള തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് ആണെന്നൊക്കെ റെയിൽവേ പോലീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനു മുൻപ് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല.
ഇല്ല, നമ്മൾ ഒരു യുവാവിനെ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഇയാളുടെ ദൃശ്യങ്ങൾ ആദ്യം ടെലിവിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു വൃദ്ധനായ ഒരു മനുഷ്യൻ, അയാൾക്ക് നേരെ നിൽക്കാനുള്ള ആരോഗ്യം കൃത്യമായി ഇല്ല. അത് നമുക്ക് അയാളുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആ മനുഷ്യനാണ് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചേർന്നത്. നമുക്കറിയാം യാത്രയൊക്കെ പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നത് എത്രത്തോളം പേടിച്ചിട്ടാണ്. എങ്ങനെയെങ്കിലും സുരക്ഷിതമായി വീട്ടിലെത്തിച്ചേരണമെന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ടായിരിക്കും പെൺകുട്ടികളൊക്കെ യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ച് ട്രെയിൻ പോലുള്ള ഗതാഗത മാർഗത്തിലൂടെ മുമ്പ് നടന്നിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ ഓർമ്മയിലുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പം അത്തരത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. നമുക്ക് ആ കൂട്ടുകാരിയുടെ മാനസികാവസ്ഥ, ആ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം. വിറയ്ക്കുകയാണ്. കൂടെ നിൽക്കുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ആ പെൺകുട്ടി. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായി പറയാനായിട്ട് തപ്പിത്തടയാണ്. കാരണം അത്രത്തോളം ആ ഒരു ഇൻസിഡന്റ് ആ കുട്ടീനെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആ കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ വാഷ്റൂമിൽ പോയിരിക്കായിരുന്നു, രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു, ഇയാളെ മുൻപ് കണ്ട് പരിചയമില്ല. അത് ഇയാളും ആവർത്തിച്ച് പറയുന്നുണ്ട്, എനിക്കറിയില്ല ഇത് ആരാണെന്ന്. പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെന്ന് വ്യക്തമല്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ നടുവിന് ചവിട്ടി ആ പെൺകുട്ടിയെ പുറത്തേക്ക് ഇടുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുകയാണ്. അപ്പം എത്രത്തോളം ഗുരുതരമായിട്ടായിരിക്കും പരിക്കുകൾ പറ്റുക എന്ന്. ഇപ്പം നമ്മൾ ആ വീണ് കിടക്കുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. കഴുത്തിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കൈക്കും കാലിനും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ കുട്ടിയെ കാണുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇയാൾ ആ കുട്ടീനെ ആക്രമിച്ചേനെ. അതിൽ നിന്ന് ജീവനും കയ്യിൽ പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ രക്ഷപ്പെട്ട് വന്നതുകൊണ്ട് അതാണ് ആ കുട്ടി അത്രയും പാനിക്കായിട്ടിരിക്കുന്നത്. ഇപ്പൊ ഇയാൾ വ്യക്തമായി ഒന്നും തുറന്നു പറയുന്നില്ല. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള സമയത്ത് ആ കുട്ടിയോട് സംസാരിക്കുകയാണ്. ആ കുട്ടി അപ്പോൾ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാമോ എന്ന് ചോദിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ആ ചുണ്ടുകൾ വിറയ്ക്കുകയാണ്. ആകെ വിറച്ച് എന്താണ് സംഭവം, ഇത്ര വലിയൊരു സംഭവം മുന്നിൽ കണ്ടു വന്നതാണ്. മാത്രമല്ല ആ കുട്ടി കണ്ട ദൃശ്യമെന്ന് പറയുന്നത് തൻ്റെ ഒപ്പമുള്ള കൂട്ടുകാരി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുന്നത് കാണുകയാണ്. ഈ കുട്ടിയെ കൂടി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ കുട്ടിയെ ട്രെയിനിൻ്റെ കതകിൻ്റെ സൈഡിലുള്ള കമ്പിയിൽ മുറുക്കെ പിടിച്ചതുകൊണ്ട് മാത്രം പുറത്തേക്ക് തെറിച്ച് വീണില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ആ കുട്ടിയുടെ അതേ അവസ്ഥ തന്നെ, ആരോഗ്യസ്ഥിതി തന്നെ ഈ കുട്ടിക്കും ഉണ്ടായേനെ. എന്തായാലും ആ കുട്ടി അതിനുശേഷം പിന്നീട് ഈ പരിഭ്രമമെല്ലാം മാറ്റിവെച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഇയാൾ തന്നെയാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയുന്നത് ഇയാൾ തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ട്രെയിനിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകളും കൃത്യമായി തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഈ കുട്ടി ബഹളം വെച്ചതുകൊണ്ട് ഒപ്പമുള്ള ആളുകൾ പിടിച്ചു വെച്ചു. അതിനുശേഷം പിന്നീടുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത് കൊച്ചുവേളിയാണ്. കൊച്ചുവേളിയിൽ എത്തിയപ്പോൾ തന്നെ കൊച്ചുവേളിയിലെ റെയിൽവേ പോലീസ് പുറത്തേക്കെത്തി. SI അനൂപ് അടക്കമുള്ള സംഘം അവിടെ ഉണ്ടായിരുന്നു. അവർ കസ്റ്റഡിയിലെടുത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുത്തി. അവിടെ നിന്ന് പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി ഇവിടേക്ക് എത്തിക്കുന്നു. ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്ന സമയത്ത് പോലുമുള്ള പ്രതികരണം ഇന്ദു കേട്ടിരുന്നോ എന്നറിയില്ല. ഇന്ദു അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് പോന്നു എന്ന് തോന്നുന്നു. തുടർച്ചയായി ഞാൻ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചത്? അപ്പോൾ പറയുന്നത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആക്രമിച്ചു, താൻ അവിടെ ബീഡി വലിച്ചുകൊണ്ട് പുറത്തു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് അന്യസംസ്ഥാന തൊഴിലാളി ആക്രമിച്ചു, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. താൻ മദ്യപിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി ആവർത്തിച്ച് ഈ പ്രതി പറയുന്നുണ്ട്. എന്തായാലും പ്രതി മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രക്തപരിശോധന അടക്കം നടത്തിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അധികം വൈകാതെ വ്യക്തമാകുമെന്ന് തോന്നുന്നു. പ്രതിയെ എന്തായാലും മൂടി പുതച്ച് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പ്രതിയുടെ ശരീരഭാഷ ഇന്ദു കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പോലീസുകാരെ അടക്കം ആക്രമിക്കാനുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇങ്ങനെ ഒരാളാണ് ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ്. ശരി അമൽ, ഇന്ദുലേഖ, ഏറെ ദൗർഭാഗ്യകരമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ഈ നിമിഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.